കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം രാജ്യത്ത് നടത്തിവരുന്ന മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി മുക്കത്തും മോക്ക് ഡ്രിൽ നടത്തി. മോക്ക് ഡ്രില്ലിന് കോഴിക്കോട് സബ് കളക്ടർ അർഷിദ് മീരാൻ നേതൃത്വം നൽകി. മുക്കംകടവ് പാലത്തിന് സമീപമുള്ള വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്നും വെടിവെച്ചുണ്ടാവുകയും തുടർന്ന് കെട്ടിടത്തിലെ എമർജൻസി സൈറൺ മുഴങ്ങുകയും ചെയ്തതോടെ ഫയർഫോഴ്സ്, പോലീസ്, NCC, സിവിൽ ഡിഫൻസ് എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും പരിക്കേറ്റവരെ ആംബുലൻസുകളിലും സ്കൂൾ ബസ്സുകളിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റവരെ മുക്കം KMCT മെഡിക്കൽ കോളേജിലും അല്ലാത്തവരെ താൽക്കാലികമായി മണാശ്ശേരി MAMA കോളേജിൽ തയ്യാറാക്കിയ ആശുപത്രിയിലേക്കും മാറ്റി. ആശുപത്രിയിലെത്തിയവരെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം പരിക്കുകളുടെ ആഘാതമനുസരിച്ച് വ്യത്യസ്ത കളറുകളിലുള്ള റിബണുകൾ കെട്ടി അത്യാഹിത വിഭാഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു മോക്ക് ഡ്രിൽ ഒരുക്കിയിരുന്നത്. As part of the civil defense drill in Mukkam, Kozhikode, an evacuation and a rescue operation was planned and executed. It was assumed that the building has been struck by an airstrike, and after that the injured members and all the casualties were meticulously brought down, taken up. So there were three scenarios here. One is the most serious casualties, they were taken to the KMCT hospital. The second scenarios, which were less injured, so a temporary hospital was set up with district medical officer team at MAMO college, where stretchers and all the facilities have been provided. So less severe cases were taken there, and normal cases were taken to safe assembly zone and demilitarized zone. കോഴിക്കോട് സബ് കളക്ടർ അർഷിദ് മീരാന്റെ നേതൃത്വത്തിലാണ് മോക്ക് ഡ്രിൽ നടന്നത്. പാകിസ്ഥാനുമായി യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് യുദ്ധമുണ്ടാവുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനും സ്വയം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടതിനെക്കുറിച്ചും പഠിപ്പിക്കുന്നതിനുമായി രാജ്യത്തുടനീളം മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. CTV പ്രാദേശിക വാർത്ത, മുക്കം.